എന്റെ കൂടെ പിറന്ന കോഴിയാണോ? ഞാൻ ആലോചിക്കട്ടെ, കുറെ പറയാൻ. നിങ്ങളെല്ലാം പറഞ്ഞിട്ട് എനിക്ക് അതിൽ ആഡ് ഓൺ ചെയ്യാറുണ്ട്. എന്തേ കേക്ക് വന്നാണ് മനസ്സിലാദ്യം വരുന്നത്. ഞാനാണ് വലിയൊരു വടിയെടുത്താക്കി ഓടിക്കുന്ന ഒരാള്. നീ ഒന്ന് ഒരുങ്ങോ? ഇത് കല്യാണല്ലേ? പക്ഷെ ഞാൻ വേറെ കാര്യം എന്താ ഞെട്ടാ തയ്യാറായിട്ട് നിൽക്കാൻ പറയും. അയ്യോ ഞാൻ ചെരുപ്പിട്ടില്ല അല്ലേ? പറഞ്ഞോ ധനുഷനെ പറ്റിയുള്ള എന്റെ ഓർമ്മ കണ്ണിലുണ്ണി ഞാനൊന്ന് കെട്ടിയിട്ടില്ല. ധനു വലുതായി ഒരു കല്യാണം കഴിക്കുന്ന അവസ്ഥയിൽ എത്തിയെന്നൊക്കെ എനിക്ക് റിയലൈസ് ആയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അവൻ വിളിച്ചിട്ട് കല്യാണം ഉണ്ടാവാൻ ഞാൻ എൻഗേജ് ആവാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. അവൻ ഇങ്ങനൊരു സ്റ്റെപ്പ് ലൈഫിൽ എടുത്ത് നല്ലൊരു മാരേജ് ലൈഫ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് അവളോട് പറയാനുള്ളത് എന്തായാലും നീ ഹാപ്പി ആയിരുന്നു അവരോട് എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ അത് ഹാപ്പി മനസ്സിലാക്കി നല്ലൊരു അടിപൊളി ലൈഫായിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. ഓൾ ദി ബെസ്റ്റ് ധനു. So first time जब धनेश से मिला था मैं इसके थ्रू, ये आयशु का धनेश बेस्ट फ्रेंड है, बहुत ही क्लोज. So ठीक है, अच्छा इंसान है, बहुत अच्छा इंसान है. फर्स्ट पीटी में तो ठीक ठाक लगा था, बाद में थोड़ा बातचीत के बाद स्क्रिप्ट. അപ്പം ധനീഷേട്ടനെ പറ്റി പറയണം. ഫസ്റ്റ് തന്നെ ധനീഷേട്ടനെ ഞാൻ കാണുന്നത് റോഡിന്റെ ഓപ്പോസിറ്റാണ്. കാറിൽ വന്നിറങ്ങുന്ന ഒരു സുന്ദരനായ വില്ലൻ, പണ്ടത്തെ സിനിമാ നടൻ ദേവന്റെയൊക്കെ ലുക്കിൽ വന്നിറങ്ങുന്ന ശരിക്കും ഒരു വില്ലനായിട്ടാണ് തോന്നിയത്. പക്ഷെ അവിടെ നിന്നുള്ള മാറ്റം ഭയങ്കരമായിരുന്നു. എൻ്റെ ലൈഫ് അവിടുന്ന് ഭയങ്കര രീതിയിലൊരു മാറ്റമാണ് ഉണ്ടായത്. എനിക്ക് ലൈക്ക് എ ബ്രദർ, ഒരു മെൻറ്ററാണ് പുള്ളി. പല രീതിയിലും ഫിനാൻഷ്യലി ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വളർന്ന രീതിയാണെങ്കിൽ ശരി, അതിന് ശേഷം ഉണ്ടായ മാറ്റം ഭയങ്കരമാണ്. പുള്ളി സ്വന്തമായിട്ട് ഓൺ ചെയ്ത കാര്യങ്ങൾ പുള്ളി ഒരു ഇൻസ്പിറേഷനാണ്. ആൻഡ് വിഷിങ് എ ഹാപ്പി മാരീഡ് ലൈഫ് ടു. എനിക്ക് പ്രത്യേകിച്ച് ധനേഷിനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ വൺ ഓഫ് ദ പാർട്ടാണ് അവൻ. കാരണം എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ ആദ്യം ഓടിപ്പോകുന്നു, അല്ലെങ്കിൽ എന്നെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിയുന്നുണ്ടെങ്കിൽ അവനായിരിക്കും. പിന്നെ വൃന്ദയായിട്ട് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയത് കാരണം പെട്ടെന്ന് അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. കുറച്ചായി കാണാൻ തുടങ്ങിയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വൺ ഓഫ് ദ ഗുഡ് പാർട്ട് തന്നെയാണ്.
तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। कि यारे जो भी तूने कैसे किया रे, जिया को मेरे बांध ऐसे लिया रे, समझ के भी ना समझ मैं सकूं सवेरों का मेरे तू सूरज लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया, अपना बना ले पिया, अपना बना